എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്കാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളൊരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം ഇത് കുറേ നാളുകൾക്ക് മുമ്പുള്ളൊരു വീഡിയോ ആണ്. കുറേ നാളുകൾ എന്ന് പറയുമ്പോൾ 2018 ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫോണൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ മെമ്മറി കുറച്ച് ഫ്രീ ആക്കണമെന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് മെയിനായിട്ട് വിചാരിക്കുന്നത് പണ്ടത്തെയൊക്കെ കല്യാണത്തിന് വീഡിയോസ് എടുക്കുമ്പോൾ നമ്മളോടാണെങ്കിൽ ഇങ്ങനെ അവിടെ നിന്നിരുന്നേ, അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വന്നേ, അങ്ങോട്ട് ചാടിക്കേ, ഇങ്ങോട്ട് ചാടിക്കേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഈ കല്യാണത്തിനൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പ്രതീതി പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഞങ്ങൾ ഇരിക്കുന്നതും നിൽക്കുന്നതും അപ്പോൾ ഞങ്ങൾ ഇവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പിന്നെ ആണെങ്കിൽ ജെയ്സിനും കൂടെയാണ്. ജെയ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ആങ്ങളെ കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടെ പോയൊരു വീഡിയോ ആണ്. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. മക്കളൊക്കെ ആണെങ്കിൽ ഇത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് ഈ ഒരു വീഡിയോ. അപ്പം അവരെ കൊണ്ടുപോകാത്തതുകൊണ്ട് നല്ല രസമാണ്. ഇവിടെ ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ. എല്ലാം പൂക്കളും കൊണ്ടാണെങ്കിൽ അവർ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചേക്കുന്നത് കാണാൻ എന്ത് രസം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് പോകാൻ തന്നെ നമുക്കൊരു അല്ലാതെ തന്നെ നമുക്കൊരു മുറ്റത്തൊരു പൂക്കളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചെടികളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എന്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം ഇങ്ങനെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നതും പിന്നെ അതുപോലെ നീറ്റായിട്ട് കട്ട് ചെയ്തൊക്കെ ആണെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ കാണാൻ നല്ല രസം. ഇത് കണ്ടോ, ഞങ്ങൾ നല്ല ഇണക്കൊരികളെ പോലെ അടുത്തൊരു പ്ലേസിൽ പോയി ഇരിക്കുന്നു, അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അയ്യോ ഇപ്പം കാണുമ്പോൾ അല്ലേ. അപ്പം തന്നെ ഇവിടുന്ന് നമുക്ക് പൂക്കളൊന്നും എടുക്കാനോ പറിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. നമുക്കിങ്ങനെ കാണാം, ഫോട്ടോസൊക്കെ എടുക്കാൻ കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മാത്രം ഉള്ളെന്ന് തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അധികം ആൾക്കാരില്ലാത്ത സ്ഥലത്തൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്യാം. അധികം ആൾക്കാരെന്ന് പറയുമ്പോൾ ഓരോരുത്തരും കുറേ ഉണ്ട് നടന്ന് കാണാൻ. നമ്മൾ പോയിട്ട് നമ്മളത് ഫുള്ള് കണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തോന്നും അല്ലേ. കുറേ ഉണ്ട് കാണാൻ. അന്നാണെങ്കിൽ മുടി ആണെങ്കിൽ ഉണ്ടായിരുന്നു. മുടി ഓൾറെഡി വെട്ടിയത് അത് കിളിച്ച് അത് വന്നതാണ്. അത് കഴിഞ്ഞ് അധികം തണുപ്പായിട്ടില്ലായിരുന്നു നമ്മൾ പോയ സമയത്ത്. ശരിയാ, അത് കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊന്നും നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ കാണും. അപ്പം പിന്നെ നമുക്ക് അങ്ങനെ നമുക്ക് നല്ല രീതിയിലാണെങ്കിൽ ഫുള്ളൊന്നും ഇങ്ങനെ എടുത്ത് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. കുറച്ച് ഭാഗം ആ സമയത്താണെങ്കിൽ ക്ലോസ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മെയിൻ്റെനൻസിൻ്റെ എങ്ങാണ്ട് ഭാഗമായിട്ട്. അത് അല്ലേ, കുറച്ച് ഈ ഒരു ഭാഗമൊക്കെയാണ് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി എടുക്കാൻ പറ്റാതെ വന്നെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് വണ്ണം ഇല്ലായിരുന്നു. ആ ഒരു വണ്ണത്തിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പയ്യെ 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 പോവായിരിക്കും അല്ലേ. മിക്കി ബോസിനെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലാണെങ്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. വലിയവർക്ക് തന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ മക്കളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ കുറേ ഉണ്ട് ഇങ്ങനെ കണ്ട് പോയി നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകളാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ അടുത്ത് തന്നെയാണോ ബട്ടർഫ്ലൈ ഗാർഡൻ ഉള്ളത്? കുറച്ച് ഇതിൻ്റെ ഇതാണ് ജെയ്സൺ കേട്ടോ. നിൽക്കുകയാണ്. ഇതാണെങ്കിൽ ശരിക്കും അവിടെ ഇത് വിൽക്കാൻ വെച്ചേക്കുന്നായിരുന്നോ? ഓർക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മരുഭൂമിയിലെ മണ്ണുണ്ടല്ലോ, മണലിൽ ചെയ്തേക്കുന്നതാണിത്. ഇതിന് പറയുന്ന പേരെന്താ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാമോ? അതിൽ മണലിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ നല്ല രസമുണ്ട് അവരത് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ. കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ ഈ ഒരു ഭാഗമാണ് അവരത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ ഞാൻ പറയുന്നത്, കുഴവേറുണ്ടെന്നോ. ഞാനാണെങ്കിൽ പക്ഷേ ഇപ്പം ആണെങ്കിൽ വണ്ണം കുറഞ്ഞു അല്ലേ. ഞാനാണെങ്കിൽ വണ്ണം കൂടും. എന്ത് ചെയ്യാനാന്ന് പറ. അപ്പോൾ ഇപ്പോൾ പക്ഷേ ആണെങ്കിൽ ഞാനാണെങ്കിൽ കറക്റ്റ് വണ്ണമാണെന്നാണ് പറയുന്നത് അല്ലേ. ഈ ഒരു വണ്ണവും നീളത്തിനൊത്ത വണ്ണം എന്ന് പറയുന്നത്. ഞാൻ പക്ഷേ ആണെങ്കിൽ ഓവർ വെയിറ്റ്. അയ്യോ, അപ്പോൾ ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് പറിച്ചൊക്കെ പോരാനൊക്കെ തോന്നും. പക്ഷെ പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ആണെങ്കിൽ ഫുള്ള് പൈസ കൊടുത്തിട്ട് പോരേണ്ടി വരും. അത് കാരണം കൊണ്ട് മനസ്സിനെ അടക്കി പിടിച്ച് പോരുക. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ബുർജ് ഖലീഫയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അവിടെ കുറേയൊക്കെ കറങ്ങി. പിന്നെ അവിടെ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ട് അങ്ങനെ പോന്നു. അപ്പം നല്ല രസം കേട്ടോ. ഇവിടെ ആണെങ്കിൽ ആ ഒരു ഈ സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിന് പാട്ടൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആ ഒരു വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വന്നാലോ എന്നല്ല വരും. അത് കാരണം കൊണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ ഭംഗിയല്ലേ. അവരെങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റൈലിലായിരിക്കും അവർ ചെയ്യുന്ന പാട്ടുകളൊക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഈ ഒരു അടുത്ത് നിന്ന് കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പോയി സ്ഥലം പിടിക്കണം അല്ലേ. ഇല്ലെങ്കിൽ അവിടെ ആ സ്ഥലത്തൊന്നും നമുക്ക് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതെ എങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഈ വാട്ടർ ഡാൻസിന് മുന്നേ ഒരു ബോട്ടിൽ കൊണ്ടുപോകത്തില്ലേ നമ്മളെ. ബോട്ടിലാണ് എന്താ അങ്ങനെ നമ്മളെ കറക്കാനൊക്കെ കൊണ്ടുപോകും. അതിൻ്റെ ഫീസൊക്കെ ഉണ്ടല്ലോ അതല്ലേ. അങ്ങനെ പോകും. പക്ഷെ നമ്മൾ അതിനൊന്നും കയറിയില്ല. നമ്മൾ ഈ വാട്ടർ ഡാൻസ് ഒക്കെ കണ്ട് അപ്പോഴത്തേന് വൈകിട്ടൊക്കെ ആകുമ്പോഴേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇനി നമുക്കിങ്ങനെ തിരിച്ച് വരണ്ടേ. അപ്പോൾ നല്ല രസമുണ്ട് ഇത് കാണാൻ തന്നെ. ഈ UAE വന്നിട്ടുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരും ഒട്ടുമുക്കാലല്ല എല്ലാവരും ഈ ബുർജ് ഖലീഫ ഈ പറയുന്ന വാട്ടർ ഡാൻസും അതുപോലെ തന്നെ മിറാക്കിൾ ഗാർഡൻ, ബട്ടർഫ്ലൈ ഗാർഡൻ അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നാട്ടിൽ പോകണമെന്ന് പറയും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇവിടെയൊക്കെ ആണെങ്കിലും ഫാമുകളും കാര്യങ്ങളും ഒരുപാട് പച്ചക്കറിയൊക്കെ ആണെങ്കിലും പച്ചക്കറി തോട്ടങ്ങളും. പിന്നെ മലയാളിയുള്ള ഏതൊരു വീട്ടിലും ഒരു ചെടിയെങ്കിലും കാണും. ഇപ്പം ഫ്ലാറ്റിൽ നിൽക്കുന്നവർ പോലും ഏതെങ്കിലും കുപ്പിയിലും ചട്ടിയിലും എല്ലാത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്കും ഇഷ്ടമാണ് അല്ലേ. നമ്മൾ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ പച്ചക്കറിയൊക്കെ കുറേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണെങ്കിൽ കുറേ പാവയ്ക്കയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചീര ഞങ്ങൾ തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് കിട്ടി. അങ്ങനെ കുറേ. പിന്നെ മത്തനാണെങ്കിൽ മത്തങ്ങ ഉണ്ടായി കിട്ടിയിട്ടില്ല. പക്ഷേ ഇല കിട്ടി. ഇല ഇപ്പം നമ്മൾ ആണെങ്കിൽ തോരൻ വെക്കും. അതെ അന്ന് കരിയാപ്പ് വെച്ചതാണ്. ആ കരിയാപ്പ് ഇപ്പോഴും ഉണ്ട്. കരിയാപ്പ് നമ്മളാണെങ്കിൽ പിന്നെ ഉണക്ക സമയം ഇല്ല. പിന്നെ നമ്മളത് വെച്ച് പിന്നെ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾ ഇതുപോലാണെങ്കിൽ പച്ചക്കറിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മേടിച്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. നമ്മളൊന്നും വിത്തുകളൊന്നും മേടിച്ച് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. നമുക്കിപ്പോൾ ഈ തക്കാളിയൊക്കെ നമുക്ക് ഇപ്പം മേടിക്കുന്നത് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആണെങ്കിൽ ആ ഒരു അരിയൊക്കെ കുഴിച്ചിട്ട് വെച്ചാൽ മതി. നന്നായിട്ട് കിട്ടിക്കോളും. പിന്നെ ഈ പറയുന്ന പോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സമയം വേണം. അത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ സമയമൊന്നും കിട്ടത്തില്ല. അപ്പം നമ്മളത് കറക്റ്റ് ചെയ്ത് നോക്കിയില്ലെങ്കിൽ അതിനൊരു ഗുണവും കിട്ടത്തില്ല. പിന്നെ ഏറ്റവും നല്ലതായിട്ട് കൃഷി ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ചീര നമ്മൾ ചീര ഇങ്ങനെ നട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം അല്ലേ. അതെ ഞങ്ങളിവിടെ കോഴിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. കോഴിയെ വളർത്തി മുട്ടയൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ അല്ലെങ്കിൽ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയെ വളർത്തി കഴിഞ്ഞപ്പോഴത്തേന് എലി വന്നു തുടങ്ങി അല്ലേ. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ എലിയുണ്ടോയെന്ന് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എലി വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ പിന്നെ അപ്പം നമ്മൾ ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പിന്നെ നട്ട് വരുന്ന ഇതങ്ങോട്ട് മുളച്ച് വരുമ്പോഴത്തേന് ഈ എലി ചാകുന്നതാണെന്ന് തോന്നുന്നു. ഈ പിറ്റേ ദിവസം നോക്കുമ്പോഴത്തേന് അത് ഒടിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അത് അങ്ങനെ കാണുമ്പോൾ. നമുക്ക് ഭയങ്കര വിഷമമല്ലേ. നമ്മൾ നട്ട് വളർത്തി വരുന്ന ചെടികളൊക്കെ ആണെങ്കിലും അതുപോലെ പച്ചക്കറി എന്ത് സാധനമായാലും ഇങ്ങനെ നശിച്ചു പോകുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ ആണെങ്കിൽ അതുപോലെ തന്നെ പുറത്താണെങ്കിൽ ഞാനാണെങ്കിൽ ഈ വണ്ടിയുടെ ആ സമയത്ത് ടയർ മാറ്റിയതല്ലേ. ആ 4 ടയർ വെച്ചിട്ടാണെങ്കിൽ പുറത്ത് നല്ല ഇരിക്കാനൊക്കെ നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ഈ എലി ഭയങ്കര ശല്യമായി. അങ്ങനെ പിന്നെ ആണെങ്കിൽ എന്നാ ചെയ്തു അതാണെങ്കിൽ അതെല്ലാം എടുത്തു ഒരു സുപ്രഭാതത്തിലായിരുന്നു ആ ടയറെല്ലാം കൊണ്ടാണെങ്കിൽ വേസ്റ്റിൽ കൊണ്ടിട്ടു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പുറത്ത് ഇരിക്കാനുള്ള സ്ഥലവും ഇല്ല, ടയറും ഇല്ല. അങ്ങനെയായിരുന്നു പിന്നെ കണ്ടത്. അപ്പോഴേ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതെല്ലാം കൊണ്ടാണെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ കൊണ്ടിടും. പിന്നെ ഞാനതിങ്ങനെ പറഞ്ഞായിരുന്നു അത് ടയർ കളയേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ടയറിൽ നമുക്കാണെങ്കിൽ മണ്ണൊക്കെ നിറച്ചിട്ട് വേണമെങ്കിൽ പച്ചക്കറി നടുവോ ഒക്കെ ചെയ്യാം. നമുക്ക് അപ്പോൾ ചിന്ത അതെല്ലാമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു വർഷമാണ് നമ്മൾ അങ്ങനെ
പിന്നെ ഉണക്ക സമയത്ത് നമ്മളിത് എന്ത് നട്ടെന്ന് പറഞ്ഞാലും എല്ലാം കരിഞ്ഞുണങ്ങി പോവും. പിന്നെ അതുപോലെ ഈ കറിവേപ്പ് മാത്രമാണ് നമ്മൾ മാറ്റി വെക്കും. അതുപോലെ നമ്മൾ ലവ് ബേർഡ്സ് ഉണ്ട്, അതിനെയാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ ബാക്ക് സൈഡിൽ വില്ലയുടെ ബാക്ക് സൈഡിൽ കൊണ്ട് വെക്കും. അപ്പോൾ അവിടെ ചൂടടിക്കത്തില്ല. കറിവേപ്പാണെങ്കിൽ അത്യാവശ്യം വെയിൽ വേണമല്ലോ, അപ്പോൾ ഇങ്ങനെ കുറച്ച് മാറ്റി വെക്കുമായിരുന്നു. മാറ്റി വെച്ചിട്ട് ഇങ്ങനെ വന്നാലും അതിൻ്റെ ഫുൾ ഇലകൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി നിൽക്കും അല്ലേ. അപ്പം ഒടിച്ച് നമ്മളിങ്ങനെ മുറിച്ച് വിടും. പൊട്ടിക്കിളുത്ത്. ഇപ്പം പക്ഷേ ആണെങ്കിൽ വീണ്ടും തളിർത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറിയൊരു മറ്റേ പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് കറിവേപ്പ് വെച്ചേക്കുന്നത്. കാരണം അതങ്ങനെ വെച്ചിരുന്നാലാണെങ്കിൽ അതിനകത്തുനിന്ന് പിന്നെ ഈ വേരൊക്കെ ഇറങ്ങി അത് നശിച്ചു പോകും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ഇലയൊക്കെ കിളിർത്ത് വരുന്നുണ്ട് അല്ലേ. പിന്നെ അതുപോലെ പനിക്കുറുക്ക ഉണ്ടായിരുന്നു. പനിക്കുറുക്കയുടെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനിക്കുറുക്ക ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിടിക്കുന്നേ ഇല്ലായിരുന്നല്ലേ, ഒട്ടും അങ്ങോട്ട്. പിന്നെ ഞാനതൊക്കെ എവിടുന്നോ എങ്ങനെ വന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ അത് നട്ട് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് കിളിച്ചു വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ പനിക്കുറുക്കയുണ്ട്. അപ്പോൾ പനിക്കുറുക്കയുണ്ട്. തുളസി നമ്മളിതുപോലെ നട്ടിട്ടുണ്ട്. അത് ഇത് പറഞ്ഞ പോലെ ആണെങ്കിൽ അത് എലിയോ പൂച്ചയോ കിളിയോ എന്തോ ഇങ്ങനെ കൊത്തി തിന്നത്, അതും പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിറാക്കിൾ ഗാർഡൻ്റെ അതുപോലെ വാട്ടർ ഡാൻസിൻ്റെയും കഥകൾ പറഞ്ഞിരുന്ന് വേറെ വിഷയത്തിലോട്ട് തെന്നി മാറി. അപ്പം തന്നെ വാട്ടർ ഡാൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വാട്ടർ ഡാൻസ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ശരിക്കും ഇതൊരു കാണാത്തവരൊക്കെ ആണെങ്കിൽ ദുബൈയിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങളിത് പോയി കാണും കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വോയിസ് ഓവർ കൊടുക്കണമെന്നുള്ളൊരു വിചാരത്തോടല്ലായിരുന്നു ഇതിരുന്നത്. ഒരു മ്യൂസിക് ഇട്ടിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അപ്പം പിന്നെ ഓർത്തു കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം എന്നോർത്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുത്ത കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോലെ. കുറേ പേരൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ചില സമയത്ത് അത് അറിയാൻ പറ്റുന്നുണ്ട്, കമൻറ്റ് വരും പക്ഷേ ലൈക്ക് കാണുന്നില്ല. അപ്പം നിങ്ങളങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കണേ. നിങ്ങൾ സമയമൊക്കെ ഉള്ളപ്പോൾ ഇരുന്ന് കണ്ടേച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിന് ഒത്തിരി താങ്ക്സ്. വീണ്ടും നല്ല നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതിന് വേണ്ടി എല്ലാവർക്കും താങ്ക് യു. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. കുറച്ച് സമയങ്ങളുണ്ട്, ഫുൾ വീഡിയോ കാണാതെ ആരും സ്കിപ്പ് ചെയ്ത് പോകരുതേ. ഈ വീഡിയോയിൽ കുറച്ച് കാഴ്ചകൾക്കിടയിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കാട് കയറി പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോസ് ആണെങ്കിൽ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, കുക്കിംഗ് ആണോ അതോ വ്ളോഗാണോ അതുപോലെ ഇതുപോലെ യാത്രകളൊക്കെയാണ് ഇഷ്ടമാണെങ്കിൽ പറയണേ.